ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡാണ് ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡ്. 2018 ഈ ഒരു കാർഡ് ലോഞ്ച് ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 5 മില്യണിലധികം കാർഡുകളാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ്. പ്രത്യേകിച്ച് ജോയിനിങ് ഫീസ് ഇല്ല, അതുപോലെ തന്നെ ആനുവൽ ഫീസ് ഇല്ല. അതേപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. ആമസോണിലൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് നമുക്ക് അൺലിമിറ്റഡ് നേടുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഉള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാർഡിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. പക്ഷേ ഇതൊരു ഇൻവൈറ്റ് ഒള്ളി ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പലപ്പോഴും പോയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആമസോണിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാർഡാണ്. പലരും ഈ ഒരു കാർഡ് കിട്ടാനായിട്ട് ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ലഭ്യമല്ലായിരിക്കും. പേഴ്സണലി ഞാൻ ഈ ഒരു കാർഡ് എടുത്തിട്ട് ക്ലോസ് ചെയ്തിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. കൂടുതൽ അറിയാനായിട്ട് ആ വീഡിയോകൾ കാണുക. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് ഈ വരുന്ന ഒക്ടോബർ 11 മുതൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചും വരുന്നുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചേഞ്ചും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒക്ടോബർ 11 മുതൽ ഈ ഒരു ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ആദ്യം പോസിറ്റീവ് ചേഞ്ച് നോക്കാം. പോസിറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത് ഫോറക്സ് ചാർജ് അവർ കുറച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു കാർഡിൻ്റെ ഫോറക്സ് ചാർജ് വരുന്നത് 3.5% പ്ലസ് GST ആണ്. ഒട്ടുമിക്ക കാർഡിലും ഈ ഒരു ചാർജ് ആയിരിക്കും വരുന്നത്. നമ്മൾ വിദേശ വെബ്സൈറ്റുകളിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ POS ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴൊക്കെ ഈ പറഞ്ഞ ഫോറക്സ് ചാർജ് 3.5% പ്ലസ് GST കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒക്ടോബർ 11 മുതൽ ഇത് 3.5% നിന്നും 1.99% പ്ലസ് GSTയിലേക്ക് കുറയ്ക്കുകയാണ്. സോ ഇപ്പോൾ വിദേശത്തേക്ക് ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അത് ബെനിഫിറ്റാണ്. നിങ്ങൾ ഒക്ടോബർ 11 മുതൽ 3.5%-ന് പകരം 1.99% പ്ലസ് GST മാത്രം ചാർജ് കൊടുത്താൽ മതിയാകും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ത്യക്കുള്ളിൽ നിന്ന് വിദേശ വെബ്സൈറ്റുകളിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഒക്ടോബർ 11 മുതൽ ഈ പറഞ്ഞ ന്യൂ ഫോറക്സ് ചാർജ് കൊടുത്താൽ മതിയാകും. അത് വളരെ നല്ലൊരു പോസിറ്റീവ് ചേഞ്ചാണ്. ഇനി ഒക്ടോബർ 11 മുതൽ വരുന്ന നെഗറ്റീവ് ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ചില കാറ്റഗറിയിലൊന്നും നമുക്ക് ഒക്ടോബർ 11 മുതൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. അതിന് കൂടുതൽ ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് Amazon.in, അതുപോലെ തന്നെ ആമസോൺ പേ, ആമസോൺ പാർട്ണർ പോർട്ടൽ വഴി നമ്മൾ ഗോൾഡ് കോയിൻ പർച്ചേസിന് നമുക്ക് ഇനി മുതൽ ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. EMI ട്രാൻസാക്ഷൻ ആണെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. റെൻറ്റ് പേയ്മെൻറ്റ്, ടാക്സ് പേയ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ സ്പെൻഡ്, ഈ പറഞ്ഞ കാറ്റഗറിയിലൊന്നും നമുക്ക് ഒക്ടോബർ 11 മുതൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പിന്നെ വരുന്നത് നമുക്ക് മറ്റു മർച്ചൻസ്, ഈ ഒരു ആമസോൺ മർച്ചൻ്റ് അല്ലാതെ മറ്റു മർച്ചൻറ്റുകളാണെങ്കിൽ അതിൽ നമുക്ക് പല കാറ്റഗറിയിലും ഒക്ടോബർ 11 മുതൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. EMI ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. നമ്മളിപ്പോൾ ഓഫ്ലൈനായിട്ട് ഷോപ്പിൽ പോയിട്ട് നമ്മൾ EMI ഇട്ടാലും, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് EMI ഇട്ടാലും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പിന്നെ നമ്മൾ റെൻറ്റ് പേയ്മെൻറ്റിന് നമുക്ക് ക്യാഷ് ബാക്ക് ഇല്ല. പിന്നെ ഫ്യൂൽ പേയ്മെൻറ്റിന് ക്യാഷ് ബാക്ക് ഇല്ല. ടാക്സ് പേയ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ്. പിന്നെ വരുന്ന മറ്റൊരു എക്സ്ക്ലൂഷനാണ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ. നമ്മൾ വിദേശ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ വിദേശത്ത് യാത്ര ചെയ്യുമ്പോൾ അവിടെ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഒന്നും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. ഫോറക്സ് ചാർജ് കുറച്ചിട്ടുണ്ട് 1.99%. പക്ഷേ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് അതിന് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പിന്നെ നമുക്ക് മറ്റു മർച്ചൻസിൽ ക്യാഷ് ബാക്ക് കിട്ടാത്തൊരു കാറ്റഗറിയാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ്. അത് നിങ്ങളിപ്പോൾ ഗൂഗിൾ പേ വഴി, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴി ഫോൺ റീചാർജ് ചെയ്തു, ഈ ഒരു ആമസോൺ കാർഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ബിൽ പേയ്മെൻറ്റ് ചെയ്തു, അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് ഒക്ടോബർ 11 മുതൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. അതേസമയം നമ്മൾ ആമസോൺ പേ വഴി നമ്മൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2% ക്യാഷ് ബാക്ക് അൺലിമിറ്റഡ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. സോ ഇതൊക്കെയാണ് ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡിൽ ഈ വരുന്ന ഒക്ടോബർ 11 മുതൽ വരുന്ന മാറ്റങ്ങൾ. മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതിൽ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. തുടർന്ന് ലൈഫ് ടൈം ഫ്രീ ആയിട്ടായിരിക്കും ഈ ഒരു കാർഡ് കിട്ടുക. അതുപോലെ തന്നെ പ്രൈം മെമ്പർ ആണെങ്കിൽ ആമസോണിൽ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അൺലിമിറ്റഡ് 5% ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് 3% ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പക്ഷേ ആദ്യം പറഞ്ഞ രീതിയിൽ ഗോൾഡ് കോയിനൊന്നും ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പിന്നെ ആമസോൺ പേ ട്രാൻസാക്ഷൻ ലൈക്ക് ഇപ്പോൾ ബിൽ പേയ്മെൻറ്റുകൾ, അതുപോലെ തന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ഗിഫ്റ്റ് കാർഡൊക്കെ ആണെങ്കിൽ അതിന് 2% ക്യാഷ് ബാക്ക് കിട്ടും. അതും അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ്. പിന്നെ മറ്റു എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ട്രാൻസാക്ഷനുകൾക്ക് 1% ക്യാഷ് ബാക്ക് ആണ് ഈ ഒരു കാർഡ് ഓഫർ ചെയ്യുന്നത്. അതും അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ്. നമുക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. എന്നാൽ ഫ്യൂൽ പേയ്മെൻറ്റ് പോലുള്ള ചില കാറ്റഗറികളിലൊന്നും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് 1% സർചാർജ്, ഫ്യൂൽ സർചാർജ് വേവർ വരുന്നുണ്ട്. പിന്നെ
തന്നെ നമുക്ക് ആമസോണിൽ നമ്മൾ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. EMI ആണെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടില്ല. നോർമൽ ഫുൾ പേയ്മെൻറ്റ് ചെയ്തുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. EMI ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ചില പ്രൊഡക്റ്റുകളിൽ എലിജിബിൾ പ്രൊഡക്റ്റുകളിലൊക്കെ നമുക്ക് 3 മാസത്തേക്ക് നോ കോസ്റ്റ് EMI നമുക്ക് ലഭ്യമാകും ഈ ഒരു കാർഡ് ഉപയോഗിച്ച്. ഇനിയിപ്പോൾ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാർഡ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഓൾറെഡി ഇപ്പോൾ 4x ചാർജ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ വിദേശത്ത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് 1.99% പ്ലസ് GST മാത്രം 4x ചാർജ് കൊടുത്താൽ മതിയാകും. അതുകൂടാതെ നമ്മൾ ഈ ഒരു ആമസോൺ വഴി ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 5% ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പ്രൈം മെമ്പർ ആണെങ്കിൽ. നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ നമുക്ക് 3% ക്യാഷ് ബാക്ക് നേടാം. അത് അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ്. സോ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കാർഡ് ആമസോണിൽ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. ഈ ഒരു ആമസോൺ പേ ICICI കാർഡ് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി